അതിനിടയിൽ കിഴക്കമ്പലത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം എന്നൊരു വാർത്ത ആൻമരിയ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ അസഭ്യം പറഞ്ഞു, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഒരു വിഭാഗം പറയുകയാണ്. ആൻമരിയ, ആർക്കാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട്? ഹാഷ്മി, അവർ ഏത് പാർട്ടിക്കാരെന്നൊന്നും പറയുന്നൊന്നുമില്ല. ഒരു പാർട്ടിയിലൊന്നും അംഗമല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സാബു എം ജേക്കബ് ആദ്യം ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നു. അന്നേരം ഇവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ, അത് LDF ആണോ UDF ആണോ എന്ന് അവർ പറയുന്നില്ല, ഞങ്ങളൊരു പാർട്ടിയിലും അംഗമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവർ രാവിലെ മുതൽ തന്നെ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ്, പാർട്ടിക്കാരാണ് എന്നാണ് ഇവിടെയുള്ള ആളുകളും പറയുന്നത്. അവിടെ നിന്ന് നമ്മളെ അവർ പുറത്തേക്ക് വിടുന്നു. മാന്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഗേറ്റിന് പുറത്തേക്ക് കടന്ന് സാബു എം ജേക്കബിന്റെ പ്രതികരണം എടുക്കുന്നത്. ആ പ്രതികരണം എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടിയിട്ടും സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ബൂത്തിലേക്ക്, അത് സെന്റ് മേരീസ് ബൂത്താണ് കിഴക്കമ്പലത്തെ, ആ ബൂത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ആ ബൂത്തിലേക്ക് എത്തിയതിനു ശേഷം നമ്മൾ ഗേറ്റിന് അപ്പുറത്തേക്ക് കിടക്കുമ്പോഴാണ് ഇവിടെ നിങ്ങളെ നിർത്താൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ നമുക്ക് നേരെ എത്തുന്നതും അസഭ്യം പറയുന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വനിതാ മാധ്യമ പ്രവർത്തകർക്കടക്കം അവരുടെ നേരേക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവിടെയുള്ള ആളുകൾ അസഭ്യം പറയുന്നത്. അതിനുശേഷം കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ ക്യാമറ ഉൾപ്പെടെയാണ് അവർ തകർത്തിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ട് അവർ തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് പോലീസ് എത്തി ഇവിടെയുള്ള ആളുകളെ എല്ലാം നിലവിൽ ഇവിടെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമുക്കിവിടെ എത്താൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സ്വാതന്ത്ര്യമുള്ളതാണ്, നമ്മളിവിടെ വരും എന്നുള്ള കാര്യം നമ്മൾ മാന്യമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോലും മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഹാഷ്മി, അത് നമുക്കെതിരെ തന്നെയാണ് പറയുന്നത്. ഗുണ്ടാ മാധ്യമ പ്രവർത്തകർ എന്നാണ് പറയുന്നത്. നമുക്കെതിരെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു FB ലൈവ് ആണെന്ന് തോന്നുന്നു. ഹാഷ്മി, ചേട്ടൻ ആഞ്ഞടിക്കണം അവിടെ. ചേട്ടൻ പറഞ്ഞു കേൾപ്പിക്കോ? അപ്പോൾ പോലീസുകാരൊന്നും ചേട്ടനോട് ആഞ്ഞടിക്കണമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ ഫോണൊക്കെ പിടിച്ച് ഓക്കെ. ആ ചേട്ടൻ പറയാൻ സമ്മതിക്കായിരുന്നു. പോട്ടെ, പാവം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനു മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയാണ് ഒരു വിഭാഗം ആൾക്കാർ. എന്താണ് കാരണമെന്ന് പറയുന്നില്ല. അവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മർദ്ദനം. അവിടെ ക്യാമറ വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ഈ ചേട്ടൻ ആണെന്ന് തോന്നുന്നു ക്യാമറ വലിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയ സംഘർഷാവസ്ഥയിലൊക്കെ അവിടെ എത്തി.